അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനിതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പ്രിയ പ്രമോദ് രാജ് അവറുകളാണ്. തന്റെ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, കർത്താവ് തന്നെ വിളിച്ചു വേർതിരിച്ചതായ ഒരുപാട് ഓർമ്മകൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഇന്ന് ദൈവം തന്നെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ അനുഭവങ്ങളും പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോട് പ്രാർത്ഥിക്കുകയായിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ പ്രമോദ് രാജ് അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളൂ. ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. അരോമ ടി വിയിൽ കർത്താവിന്റെ സാക്ഷ്യം പറയുവാൻ ദൈവം തന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകാൽ ഡാനിയൽ ജോൺ സാറ് എന്നെ വിളിച്ച സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കർത്താവ് ഇങ്ങനൊരു മുഖാന്തരം ദൈവം ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രമോദ് രാജ് എന്നാണ്. ഞാൻ കേരളത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നതെല്ലാം. അവിടെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു. ഇപ്പോൾ ഞാൻ ഉത്തരേന്ത്യയുടെ ഭാഗത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഞാനിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ സാഹചര്യങ്ങളും കർത്താവിന്റെ സ്നേഹവും ദൈവം നടത്തിയ വിധങ്ങളും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകം ഞാനൊരു നായർ സമുദായത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് എൻ്റെ അച്ഛന്, അമ്മ, അതുപോലെ ഒരു അനിയത്തിയുണ്ട്. അതുപോലെ ഞങ്ങൾ ഇരട്ടകളാണ്. ഒരു അനിയനും കൂടെ. അനിയൻ ജോലിയുടെ ബന്ധത്തിൽ വിദേശത്തായിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് വളർന്ന ഒരു കൂട്ടുകുടുംബത്തില് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നവരായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും നാഗാലാൻഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ കേരളത്തിൽ വന്ന് പഠിക്കുകയും വളരുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു. അപ്പം യാഥാസ്ഥികമായിട്ട് ക്ഷേത്ര പാരമ്പര്യത്തില് ഞങ്ങൾക്കൊരു കുടുംബക്ഷേത്രവും അതുപോലെ പൂജകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വളർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ജീവിതത്തില് ഞങ്ങൾ അങ്ങനെ വളർന്നു വരുന്ന സമയത്ത് പല തെറ്റുകളിലേക്ക് കടന്നു പോകുവാൻ ഇടയായി. സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. കാരണം അച്ഛനും അമ്മയും ഇവിടെ ഇല്ലാതിരുന്ന സാഹചര്യങ്ങൾ. എന്നാൽ വലിയ തെറ്റുകളൊന്നും അല്ല. എന്നാൽ പലപ്പോഴും ദൈവമായിട്ടുള്ള യാതൊരു ബന്ധവും ഇല്ലാതെ ജീവിച്ചു. അങ്ങനെ മിക്കവാറും ദിവസങ്ങളിൽ രോഗം എനിക്ക് വന്നു തുടങ്ങി. രോഗമുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ഇല്ലാതെ ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ എൻ്റെ വിദ്യാഭ്യാസം എല്ലാം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, പ്രീ ഡിഗ്രി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുന്ന് എനിക്ക് DPharm പഠിക്കാനായിട്ട് എൻ്റെ ഫാദർ ഈറോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അയച്ചു. അവിടെ ഒരു നെയിം സ്ലിപ്പ്, എൻ്റെ കോട്ടിനകത്ത് ഒരു നെയിം സ്ലിപ്പ് ഉണ്ട്. ആ നെയിം സ്ലിപ്പ് ഉണ്ടെങ്കിലേ പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റും. ആ നെയിം സ്ലിപ്പ് കളഞ്ഞുപോയി. അപ്പൊ അത് ഈറോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് ഉണ്ടാക്കിയിട്ട് വേണം ആ നെയിം സ്ലിപ്പ് കൊണ്ടുവരുന്ന വഴിയിൽ ഇത് എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് വേദനപ്പെട്ടു. ഇനി അത്രയും പൈസ എടുത്ത് ഇത് ഉണ്ടാക്കണമല്ലോ എന്നുള്ള ചിന്തയിൽ തിരിഞ്ഞു നോക്കിയപ്പം ഒരു പള്ളി കണ്ടു. അപ്പൊ പള്ളിക്കകത്ത് എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ എനിക്കറിയാം യേശുവിന്റെ പള്ളിയായി. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന്
ആ പള്ളിയിൽ ചെന്ന് വേറെ നിവൃത്തിയില്ലായിരുന്നു, മുട്ടുകുത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചു, യേശുവെ, എൻ്റെ നെയിം സ്ലിപ്പ് കളഞ്ഞുപോയി, എനിക്കത് തിരിച്ചു കിട്ടണം. കരഞ്ഞു, മുട്ടുകുത്തി കരഞ്ഞു. തിരിച്ച് ഞാൻ ഇറങ്ങി, പള്ളിയിൽ നിന്ന് ഇറങ്ങി ഒരു 100 മീറ്റർ നടന്നപ്പോ ആ നെയിം സ്ലിപ്പ് അവിടെ കിടക്കുന്നു, ആ റോഡിൽ കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അത് പെട്ടെന്ന് തന്നെ ഞാൻ എടുത്തു, ദൈവത്തിന് നന്ദി പറഞ്ഞു. പക്ഷെ അപ്പൊ അന്ന് അത് കഴിഞ്ഞ് ഏത് സമയത്തും കർത്താവിന്റെ പാട്ട് കേൾക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കർത്താവിന്റെ പാട്ട്. പിന്നെ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല, അങ്ങനെ തന്നെ ജീവിച്ചു. തിരിച്ച് ഞാൻ ഡിഫാം ഒക്കെ കഴിഞ്ഞ് വന്ന് മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മുടെ നാട്ടില് ഒരു വലിയ സുവിശേഷ യോഗം കൊട്ടാരക്കര ഗ്രൗണ്ടിൽ, ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വരാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും, എൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ, ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് പോയി കാണാമെന്ന ചിന്തയിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് പോയി. അവിടെ ചെന്ന് പ്രാർത്ഥന നടക്കുന്ന സമയത്ത്, ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വയറിനൊരു വേദന വന്നു. നേരത്തെ ഈ വേദനയുണ്ട്. അപ്പം പെട്ടെന്ന് അവിടെയുള്ള ദൈവദാസന്മാർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അവിടെ കൈവെക്ക്, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. അപ്പൊ ഞാൻ പെട്ടെന്ന് കൈവെക്കാൻ തുടങ്ങി. എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, നീ ഇതിനകത്തൊന്നും വന്ന് വീഴരുത്, ഇതൊന്നും അങ്ങനൊന്നും മരുന്ന് കഴിക്കാതെ അങ്ങനൊന്നും സൗഖ്യമൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും ഒരു പറഞ്ഞതിൽ ഞാനൊന്ന് ട്രൈ ചെയ്തു നോക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ കൈ എടുത്ത് വയറ്റി വെച്ചു. ദൈവദാസന്മാരോട് ശക്തമായി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ വേദന പൂർണ്ണമായും മാറുവാൻ ദൈവം സഹായിച്ചു. ആ മാറിയ സമയത്ത് എനിക്ക് എന്തോ വലിയൊരു തണുപ്പ് എൻ്റെ വയറിനകത്ത് ഫീൽ ചെയ്തു. അപ്പോൾ തന്നെ അവര് വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും സൗഖ്യം വന്നവരുണ്ടെങ്കിൽ അവർ ഈ സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറയാം. ഞാൻ ഓടാൻ തുടങ്ങിയപ്പോ എൻ്റെ കൂട്ടുകാരൻ്റെ കൈ പിടിച്ചു, പോവരുത്, നീ കൊട്ടാരക്കരയിലാ താമസിക്കുന്ന, നീ ഓർത്തോണം, ഇവിടെ ഒത്തിരി പേര് നിന്നെ ശ്രദ്ധിക്കുന്ന, നീ ഇവിടെ എല്ലാരും നിന്നെ അറിയാം, നീ അങ്ങനെ പോവരുത്. ഞാൻ പറഞ്ഞല്ല, എനിക്ക് പോണോന്ന് പറഞ്ഞ് ഞാൻ കൈ വെട്ടിച്ച് ഓടി സ്റ്റേജിലേക്ക് കയറി മൈക്ക് മേടിച്ചു. മൈക്ക് എൻ്റെ കയ്യിൽ തന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, പേരെന്താ? ഞാൻ പറഞ്ഞു, പ്രമോദ് രാജ്. എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, എനിക്ക് നല്ല വയറുവേദനയായിരുന്നു, ഞാൻ കൈ ഇങ്ങനെ വെച്ചു. അപ്പൊ ദേവദാസന്മാരെല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് സൗഖ്യം വന്നു. പേരെന്താന്ന് ചോദിച്ചു. പ്രമോദ്. അപ്പന്റെ പേരെന്താന്ന് ചോദിച്ചു. ഇതെല്ലാം മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞു. പറഞ്ഞപ്പോ അവിടെ നാട്ടുകാരെല്ലാം ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അതിലെ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം എന്നെ പാസ്റ്റർ എന്നായിരുന്നു ആ മുക്കിലുള്ളവരെല്ലാം വിളിച്ചോണ്ടിരുന്നത്. പാസ്റ്റർ എന്ന് വിളിക്കും, അച്ചായാന്ന് വിളിക്കും. അപ്പൊ അങ്ങനെ, പക്ഷെ അത് വീട്ടിലങ്ങനെ വലിയ വിഷയമൊന്നും ആയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാന് വീണ്ടും മെഡിക്കൽ റെപ്പായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പാപങ്ങളിൽ സിഗരറ്റ് വലിക്കുവാൻ തുടങ്ങി. പിന്നെ അങ്ങനെ മദ്യപിക്കുവാൻ തുടങ്ങി. അങ്ങനെ പല പാപത്തിന്റെ പല വഴികളിൽ കൂടി സഞ്ചരിക്കുവാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ സീരിയല്, സിനിമ, ഇതിലെല്ലാം പോയി അഭിനയിക്കുവാനും, എന്നാൽ എൻ്റെ കൂട്ടുകാരെല്ലാം ആ ഒരു ഫീൽഡിലായതുകൊണ്ട് അവിടെയും പോയി അഭിനയിക്കാനും ഒക്കെ ഇടയായി. ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ മദ്യപിച്ച് ഒരു ദിവസം ഫുള്ള് കൂട്ടുകാരോട് ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിട്ട്, അപ്പൊ അങ്ങനൊക്കെ ഒത്തിരി പാപമായ ജീവിതം ജീവിച്ച് കൊണ്ടുവന്നു. പക്ഷെ ജീവിതത്തില് ഒരു സമാധാനം. അങ്ങനെ ഇരിക്കെയാണ് ഞാന് എൻ്റെ മാമന്റെ മോള് ഒരു കല്യാണ ആലോചന വന്ന് അങ്ങനെ കല്യാണം കഴിക്കുവാൻ ഇടയായി. വീണ എന്നാണ് എൻ്റെ മാമന്റെ മോളുടെ പേര്. വീണെ കല്യാണം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ആ കല്യാണം കഴിച്ച അന്ന് തന്നെ വൈകിട്ട് ഞങ്ങളെ കൂട്ടുകാരെല്ലാരും കൂടെ ഫോറസ്റ്റിൽ പോയി. ഉച്ചയ്ക്ക് പോയവര് ഞങ്ങള് 8, 10, 11 മണിയായിട്ടാ തിരിച്ചു വന്നത്, മദ്യപിച്ച്. അപ്പൊ അത് എൻ്റെ വൈഫിന് ഒത്തിരി വിഷമമായി. പിന്നെ ഞാൻ എപ്പോഴും അവിടുത്തെ തുളസി എന്ന് പറയും, പാൻപരാഗ്, അത്
4ഉം 5ഉം നേരം ഞാൻ വായിലിട്ട് ചവയ്ക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അതൊക്കെ എൻ്റെ വൈഫിന് ഒത്തിരി വേദനയായി. കാരണം എൻ്റെ വൈഫ് നിഷ്കളങ്കയും വളരെ സൗമ്യതയോടെ ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് വൈഫ് 3-4-5 മാസം കഴിഞ്ഞ് വൈഫ് ഏകദേശം 9-10 മാസത്തിനുള്ളിൽ വൈഫ് പ്രഗ്നന്റ് ആയി. പക്ഷേ അത് അബോർഷൻ ആയപ്പോഴത്തേക്ക് പൂജകളെല്ലാം തുടങ്ങി. വീട്ടിലൊക്കെ പൂജകൾ തുടങ്ങി. പൂജ ചെയ്ത് ഹോമം ഒക്കെ വെച്ച് ഹോമകുണ്ടം ഒക്കെ ഉണ്ടാക്കി പൂജ ചെയ്യാൻ തുടങ്ങി. അത് സക്സസ് ആയില്ല. വീണ്ടും പ്രഗ്നന്റ് ആയി. വീണ്ടും ഇങ്ങനെ തന്നെ അബോർഷൻ ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര നിരാശ വരാൻ തുടങ്ങി. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ആ സമയത്ത് തന്നെ ഒരു പാമ്പ് കയറി ജനലിനകത്ത് ചുറ്റി ഞങ്ങളുടെ ബെഡ്റൂമിൽ നിൽക്കുക. പിന്നെ അവസാനം ഞങ്ങൾ കണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ പാമ്പുകളെ കൊല്ലത്തില്ല, കുത്തി പറഞ്ഞു വിടുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മണ്ണാറശാലയിൽ പോയിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്ത് ഉരുളി കമഴ്ത്തി, അവിടെ ചെന്ന് ഉരുളി കമഴ്ത്തിയ കുഞ്ഞുണ്ടാവും എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതെല്ലാം ചെയ്തു. പക്ഷെ അവിടെ ഒന്നും ഒരു പ്രത്യാശ ഇല്ലാതെ ഞങ്ങൾ ജീവിക്കുവാനിടയായി. സമാധാനമില്ലാത്തൊരു ജീവിതം ഉണ്ടായി. പാപം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടെൻഷൻ കളയാൻ വേണ്ടി ഞാൻ പോയി മദ്യപിക്കും. അങ്ങനൊക്കെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ട് ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരനും കുര്യൻ ജോൺസൺ എന്നാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് മദ്യപിച്ച ആൾക്കാർ. പക്ഷെ ആ കുര്യൻ ജോൺസൺ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് എൻ്റെ അടുത്ത് കർത്താവിന്റെ സുവിശേഷം പറയുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. കാരണം കുര്യൻ ജോൺസൺ എൻ്റെ കൂടെ ഇരുന്ന് മദ്യപിച്ച ഒരാള് ഒരു സുപ്രഭാതത്തിൽ വന്ന് എന്നോട് സുവിശേഷം പറഞ്ഞ് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞാൻ പറഞ്ഞു, സുവിശേഷം നീ പറഞ്ഞിട്ട് നീ വീണ്ടും പോയി പാപ വഴിയിൽ പോകുന്ന എനിക്കറിയാം എന്ന് പറയാനിടയായി. പക്ഷെ ഞാൻ കുര്യൻ ജോൺസനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കുര്യൻ ജോൺസൺ കർത്താവിന്റെ വഴിയിൽ തന്നെ പ്രാർത്ഥനയും ആരാധനയായിട്ട് ജീവിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ കുര്യൻ ജോൺസനോട് ചോദിച്ചു, നീ എങ്ങനെ നിനക്ക് ഈ മാറ്റം വന്നേ? നീ മദ്യപിക്കുന്നില്ലേ? പറഞ്ഞു, ഞാൻ ഇതെല്ലാം വിട്ടു. എങ്ങനെ നിനക്ക് ഈ മാറ്റം വന്നു? കാരണം വീട്ടില് കുര്യൻ ജോൺസന്റെ വീട്ടിൽ കുര്യൻ ജോൺസൺ എത്രത്തോളം മദ്യപിച്ചത് കൊണ്ട് അവരവിടുന്ന് കുര്യൻ ജോൺസനെ ബോംബെയിലേക്ക് വിട്ടു. ബോംബെ ചെന്നിട്ട് അവിടെ ചെന്ന് വാടക ഗുണ്ടയായിട്ട് അവിടെ ഉള്ള ഒരു ദൈവമക്കള് അവിടെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ആ ദൈവമക്കളെ ഇറക്കാൻ വേണ്ടി ഇദ്ദേഹം ചെന്ന് അവിടുന്ന് അവരെ ഇറക്കി. അവര് കണ്ണീരോടെ പ്രാർത്ഥിക്കാനിടയെ അന്ന് രാത്രി കുര്യൻ ജോൺസനെ ദൈവം സന്ദർശിച്ചു. അങ്ങനെ കുര്യൻ ജോൺസൺ ബൈബിൾ കോളേജിൽ പോയി പഠിക്കാനിടയായി, ബാംഗ്ലൂർ പോയി പഠിക്കാനിടയായി. ഇപ്പം കർത്താവിന്റെ വേല കൊട്ടാരക്കര ചെയ്യുന്നു. അപ്പൊ ആ ദൈവദാസൻ വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ, ഞാന് ഒത്തിരി സമയത്ത് ഞാൻ എപ്പോഴും മദ്യപിക്കും, തെറ്റുകൾ വരുമ്പോൾ ഞാൻ കരയും, ഞാൻ ഓടിച്ചെല്ലും, പോയി പ്രാർത്ഥിക്കും. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് ക്ഷമാപണം നടത്തും, വീണ്ടും ഞാൻ പോയി തെറ്റി. എനിക്കൊരു മാനസാന്തരമില്ല, ഞാൻ വീണ്ടും ഈ തെറ്റിലേക്ക് തന്നെ പോവുക. അപ്പം എൻ്റെ അടുത്ത് കുര്യൻ ജോൺസൺ പറഞ്ഞത്, നീ ഈ ദൈവത്തെ വിളിക്ക. ഈ ദൈവം നിനക്ക് വേണ്ടി മരിച്ചതാ. ഈ ദൈവം നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റതാ. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ദൈവം. നിന്നെ വിടുവിക്കാൻ ഈ ദൈവത്തിന് കഴിയും. അപ്പൊ ഞാന് അദ്ദേഹത്തിനോട് പറഞ്ഞു, 33 കോടി ദൈവങ്ങളിൽ ഞാൻ എല്ലായിടത്തും പോകുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം സംഭവിക്കുന്നില്ല, എനിക്ക് അങ്ങോട്ട് മാറാൻ കഴിയുന്നില്ല. നീ പറയുന്നത് സത്യമാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് നീ മരിച്ചാലോ? ഞാൻ പറയാം, അതെന്തിനാ നീ അറിയുന്നത്? എവിടെ മരിച്ചാൽ ഇവിടുന്ന് വന്നോ അവിടെ പോ. അതല്ല, മരിച്ചാല് നമുക്കൊരു നിത്യതയുണ്ട്. അല്ലെങ്കിൽ പാപത്തിൽ മരിച്ചാൽ അതിന്റെ ശമ്പളം മൃത്യു എന്ന് ബൈബിള് പഠിപ്പിക്കും. നീ ഇന്നൊന്ന് വിളിച്ചു നോക്ക്. ഞാനൊന്നും പറയത്തില്ല, നീ ബൈബിൾ വെക്ക്. ഞാൻ പറഞ്ഞു, അയ്യോ, ബൈബിള് വെച്ച വിഷയം ഇല്ല, വെക്ക്.
ബൈബിള് വെക്കുക. ബൈബിള് വെച്ച് നീ വായിക്കണോ വായിക്കണ്ടോ എന്ന് ഞാൻ പറയത്തില്ല, നീ ബൈബിള് വീട്ടിൽ വെക്കുക. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ ഇന്ന് ബൈബിള് മേടിച്ചു. സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഞാൻ ബൈബിള് മേടിച്ചു, വീട്ടിൽ വെച്ചു. വീട്ടിലെല്ലാരും ചോദിക്കാൻ തുടങ്ങി, എൻ്റെ അച്ഛനും അമ്മയും ചോദിക്കാൻ തുടങ്ങി, ഇതെന്തുവാ നീ കാണിക്കുന്നത്? ബൈബിളൊക്കെ എടുത്ത് വീട്ടിൽ വെക്കും. പക്ഷെ ആ സമയത്ത് ബൈബിള് വീട്ടിൽ ഉള്ളപ്പോഴും ഞാൻ 3 മണിക്കും 2 മണിക്കും ഒക്കെ മദ്യപിച്ചാൽ മതി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ എന്തോ ബൈബിൾ ഇരിക്കുന്ന റൂമിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് വലിയ ഒരു വിഷമം എൻ്റെ ഉള്ളത്തിനകത്ത് വരാൻ തുടങ്ങി. പെട്ടെന്ന് ഞാൻ ഈ ബൈബിള് എടുത്തിട്ട് ഞാന് ദൈവത്തോട് ചോദിച്ചൊരു കാര്യമാണ്, യേശു ക്രിസ്ത്യാനികളുടെ ദൈവം, ഞാനൊരു ഹിന്ദു, അങ്ങ് എൻ്റെ ദൈവമാണ്, എന്നോട് സംസാരിക്കും. കാരണം ഈ ബൈബിള് തന്ന വ്യക്തി എന്നോട് പറഞ്ഞത് ഈ ദൈവം സംസാരിക്കും. ഞാൻ ഒത്തിരി ഇടത്ത് പോയി, പക്ഷെ ഇന്ന് വരെ ഒരു ദൈവങ്ങളും എന്നോട് സംസാരിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ട് സംസാരിച്ചിട്ടേ. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ബൈബിളിൽ കൂടി ദൈവം സംസാരിക്കും. അങ്ങനാണെങ്കിൽ ഈ ദൈവം സത്യ ദൈവമാണെങ്കിൽ ഇപ്പം എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞേ. ഞാന് ബൈബിള് തുറന്നു. യിരെമ്യാവിന്റെ 1-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യം, നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ ഉരുവാകുന്നതിനും ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചു. നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ പുറപ്പെടുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു, ജാതികൾക്ക് പ്രവാചകനാക്കി വെച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, എൻ്റെ അപ്പനോ അമ്മയോ അറിയാതിരുന്ന സമയത്ത് എന്നെ അറിഞ്ഞൊരു ദൈവത്തിന്റെ ശബ്ദമാണ് ഞാൻ കേട്ടത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ വചനം വീണ്ടും വീണ്ടും എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഞാൻ ആ ദേവദാസനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ദേവദാസനെ, എനിക്കറിയത്തില്ല ഇങ്ങനൊരു കാര്യം ദൈവം എന്നോട് സംസാരിക്കും. പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, ദൈവം നിന്നോട് സംസാരിക്കാൻ തുടങ്ങി, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം സ്കൂട്ടർ എടുത്ത് അന്നേരം തന്നെ വന്ന് എന്നെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വൈഫിനെയും വിളിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ എല്ലാവരും ഞങ്ങൾക്ക് എതിരായി. അപ്പൊ NSS ആൾക്കാർ വന്ന് എൻ്റെ ഫാദറിനോട് പറഞ്ഞു, ഇദ്ദേഹത്തെ അങ്ങനെ വിടരുത് എന്ന് പറയാനിടയായി. അങ്ങനെ എനിക്ക് അവിടെ അദ്ദേഹത്തെ, ഇവിടെ കുര്യൻ ജോൺസനെ ഭീഷണിപ്പെടുത്തും എന്നുള്ള രീതിയിലേക്ക് വന്ന കാര്യങ്ങൾ വന്നപ്പം ഞാന് അവിടെ നിന്ന് 15 കിലോമീറ്റർ അപ്പുറം ഓയൂര് പോയി ആരാധിക്കാൻ തുടങ്ങി. എന്നിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഇരിക്കെ ദൈവം ഒരു ഗൈഡൻസ് തന്നതിനനുസരിച്ച്, ദൈവം ഒരു നിയോഗം തന്നതനുസരിച്ച് എൻ്റെ വൈഫിനെ ഞാൻ പഠിക്കാനായിട്ട് റേച്ചൂരും BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് റേച്ചൂരും അങ്ങനെ വിട്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം എന്നോട് പറയാൻ തുടങ്ങി, നിന്നെ ഇവിടെ നിന്ന് മാറ്റുമെന്ന് പറയാനായിട്ട് ഒരു നിയോഗം എൻ്റെ മനസ്സിൽ ദൈവം തന്നു. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ റെജി ഇപ്പോൾ UK കർത്താവിന്റെ വേലയിൽ, അദ്ദേഹം എന്നെ വിളിക്കാനിടയായി. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹത്തിന് അറിയത്തില്ല ഞാൻ കർത്താവിലേക്ക് വന്നത്. അദ്ദേഹം കർത്താവില്, ഞങ്ങൾ ഒരുമിച്ച് ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാ. അപ്പൊ അദ്ദേഹവും ഹിന്ദു ആയിരുന്നു, അദ്ദേഹം കർത്താവിനെയായിരുന്നു. അദ്ദേഹത്തിന് അറിയത്തില്ല ഞാൻ കർത്താവിലായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ മനസ്സ് പറയുന്നു നിനക്കൊരു വിസ ഞാൻ അയച്ചു തരാം, ദുബൈയിലേക്ക് വാ. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അദ്ദേഹം, എടാ നീ കർത്താവിലായോ, പ്രൈസ് ദി ലോർഡ് അളിയ എന്ന് പറയാനിടയായി. ഭയങ്കര സന്തോഷമായി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ അവിടുന്ന് വിസിറ്റിംഗ് വിസയില് ദുബൈയിലേക്ക്
പോയി. ഒത്തിരി നാള് ഞാനിത് ജോലിക്ക് വേണ്ടി അവിടെ വിസിറ്റിംഗ് വിസയില് ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ആ സമയത്തൊന്നും ജോലിയൊന്നും ആവാതിരുന്ന സമയത്ത് ഒരു ദിവസം ഞാന് ഞാന് അവിടെ, അതായത് വിസിറ്റിംഗ് വിസയിൽ ചെന്നിട്ട് അവിടെ വേറൊരു സുഹൃത്തിന്റെ കൂടെ താമസിക്കുമായിരുന്നു. അവിടുന്ന് രാവിലെ ആഹാരം കഴിച്ചിട്ട് ഇറങ്ങും, വൈകിട്ട് വരെ ഒരു കുപ്പിയിൽ വെള്ളവും കൊണ്ടാ പോകുന്നത്. ഉച്ചയ്ക്കൊന്നും ആഹാരം കഴിക്കാൻ പൈസയില്ല. ഇങ്ങനെ പോയി ഓരോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഒന്നും ശരിയാവാതിരുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഭാരപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച സമയത്ത് ദൈവം അതിന്റെ ഒരാഴ്ചക്കുള്ളില് എനിക്കൊരു ജോലി കർത്താവ് അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നൽകി തന്നു. ആ മെഡിക്കൽ സ്റ്റോറിൽ എൻ്റെ അടുത്ത് പറഞ്ഞത്, MOH ലൈസൻസ് ഇല്ല, നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾ നിന്നെ നിർത്തുന്നത്, നീ അതുകൊണ്ട് മരുന്നൊന്നും എടുത്തു കൊടുക്കണ്ട, ജസ്റ്റ് അവിടെ നിന്നാ മതി. നിനക്ക് വേണ്ട ഒരു അന്നത്തെ 25,000 രൂപ ഇന്ത്യൻ മണി, 2,000 ദിർഹംസ്, അത് നിനക്ക് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആശ്വാസമായി അതിനകത്ത് കയറി. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒരു പ്രശ്നവും വരത്തില്ലെന്ന് പറഞ്ഞ് അവരെന്നെ അവിടെ നിർത്താനിടയായി. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാന് നിൽക്കുന്ന അക്കോമഡേഷനില് മൊത്തവും മുസ്ലിങ്ങളാണ്. അപ്പൊ പലരും ക്രിസ്ത്യാനികളും ഉണ്ട്, പലരും മദ്യപാനികളും. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരെന്നെ എൻ്റെ അടുത്ത് വന്ന് കൈകൊട്ടി കളിയാക്കും. അപ്പൊ ഒരച്ചാനുണ്ട്, ആ അച്ചായൻ എപ്പോഴും മദ്യപിച്ചു കഴിഞ്ഞിട്ട് സോതോം ഗൊമോറ എന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞു, മദ്യപിച്ചിട്ട് ഒരിക്കലും കർത്താവിന്റെ വചനം എടുക്കല്ലേ അച്ഛാ. അപ്പം അച്ഛൻ രാവിലെ എണീറ്റിരുന്ന് കരയും. അയ്യോ, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പറയരുത്. അതായത് അവസാനം ഇപ്പൊ രാത്രിയിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ഞാൻ അവിടെ കൊടുക്കാനുള്ള പൈസ കൊടുക്കുന്നുണ്ട്. അവരെല്ലാവരും വെച്ച് വെക്കുന്ന, എല്ലാവരും ഒരുമിച്ചാ കഴിക്കും. അവരെനിക്ക് ചോറ് മാത്രം വെക്കും, കറിയില്ല, ഒന്നുമില്ല. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ പൈസ തരുന്നില്ല, നിങ്ങൾക്ക് ഇച്ചിരി കറി എനിക്ക് വെച്ചൂടെ? അയ്യോ, അത് ശരി, എന്നാ നാളെ മുതൽ കറി കാണും. നാളെ കറി ഉണ്ടായിരുന്നു, മറ്റന്നാ വീണ്ടും പച്ചച്ചോറ് തന്നെ കഴിച്ച് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ നിന്നെ പഠിപ്പിക്കുന്ന വഴിയിൽ കൂടി നീ സഞ്ചരിച്ചു, പരാതി പറയണ്ട, പരിഭവം പറയണ്ട, ഇതെന്റെ വഴിയാ. ഞാൻ ഭയങ്കര സന്തോഷമായി. കർത്താവേ, നിന്റെ വഴി എത്ര നല്ലതാ. ഒന്നുമില്ലെങ്കിലും കർത്താവിന്റെ ശബ്ദം ഉണ്ടെങ്കിൽ ഒരു സന്തോഷം, എന്തൊരു സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷമായി. കർത്താവ് ഉണ്ടല്ലോ കൂടെ. അടുത്ത ഒരു 1.5 ആഴ്ചക്കുള്ളിൽ തന്നെ ഒരു ദൈവദാസന്റെ വീട്ടിലേക്ക് എന്നെ മാറ്റുവാനാണ്. അവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരാണ്. എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം. ഭയങ്കര ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു. അവിടെ വെച്ച് ഞാൻ വചനം പഠിക്കാനൊക്കെ ഇടയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാന് അവിടെ നമ്മുടെ ഒരു ദൈവദാസന്റെ കൂടെ, നമ്മുടെ ഈ കൂട്ടുകാരന്റെ കൂടെ ചർച്ചിൽ പോകാനിടയായി. അവിടെ പോയി ചർച്ചില് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ചർച്ചിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ഇവരൊക്കെ എന്തൊരു സന്തോഷം, ഇവരുടെയൊക്കെ മുഖത്ത് ആ ദൈവ പ്രസാദവും അവരുടെ സംസാരം, എന്തു വിനയവും, എന്തൊരു സൗമ്യതയും. എനിക്ക് ഭയങ്കര സന്തോഷമായി. ദൈവമേ, കർത്താവ്, ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഭൂമിയിലുണ്ടോ, എന്തൊരു സന്തോഷമാണ്. അങ്ങനെ ഇരുന്ന് അടുത്ത ആഴ്ച സ്നാനപ്പെടുന്ന സമയത്ത് സ്നാനപ്പെട്ടിട്ട് ഞാൻ ഫോൺ വിളിച്ച് എൻ്റെ വൈഫിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടു. പറഞ്ഞു, അയ്യോ, എന്തോ ചെയ്തേ? ഞാൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞു ഞാൻ ചെയ്തു. വീട്ടിലൊന്നും അറിഞ്ഞില്ല, വൈഫ് മാത്രമാണ്. അങ്ങനെ വീണ്ടും സ്നാനപ്പെട്ട് ആ ആരാധന കൂട്ടത്തിൽ ചെന്ന സമയത്ത്
ഭയങ്കരമായിട്ട് അവിടെ അടിയുണ്ടായി. ദൈവമക്കളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷർട്ട് വലിച്ചു കയറുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, എടാ കഴിഞ്ഞ 2 ആഴ്ച ഇത്രയും സൗമ്യതയുള്ള ആൾക്കാരായിരുന്നു, ഇന്നിപ്പൊ ഇങ്ങനൊരു സംഭവം എൻ്റെ മുമ്പിൽ കണ്ടല്ലോ. ഇതെല്ലാം ഇത് തന്നെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഇറങ്ങി മുമ്പോട്ട് ചർച്ചിൽ നിന്ന് വെളിയിറങ്ങി. ഞാൻ പറഞ്ഞു ഇതെല്ലാം മിഥ്യയാന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഒരു മനുഷ്യനെ നോക്കി നിന്നാ നീ ഇവിടെ നിന്നുപോകും, എന്നെയും എൻ്റെ വചനത്തെ നോക്കി നീ മുന്നോട്ട് നടക്കേണ്ട മകനെ. ഈ ശബ്ദം 4 വശത്തു നിന്നും ഭയങ്കരമായിട്ട് എൻ്റെ ചെവിയിൽ വരും. എനിക്ക് ഇത്രയും സന്തോഷം. ഞാൻ പറഞ്ഞു, കർത്താവ് എന്തുവായത്? ഞാൻ ഓടി ചാടി കർത്താവിന്റെ ചർച്ചിലോട്ട് കയറി. അപ്പൊ അവിടെ എല്ലാം ശാന്തമായി, പ്രാർത്ഥിച്ചു. അപ്പൊ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് വന്നു. കൂട്ടുകാരനോട് ഞാൻ ചോദിച്ചു, നീ അല്ലയോ പറഞ്ഞ ഇത്രയും സൗമ്യതയും സന്തോഷമുള്ള അവരെ ഞാൻ കണ്ടു, പക്ഷെ ഇവരിപ്പൊ ഇങ്ങനെ മാറി. അന്നേരം ഞാൻ എന്തു പറയാനാ? ഞാൻ പറഞ്ഞു, നീ ഒന്നും പറയണ്ട, കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു. കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം അവിടെ ഒരു നല്ലൊരു ചർച്ച ഞങ്ങൾക്ക് തന്നു. സാബു തോമസ് എന്ന് പറഞ്ഞ വിനയാട് ഷാർജ ബന്ധക്കോസ്, ആ ഒരു ദൈവദാസനും ദൈവദാസിയുമാണ് ഞങ്ങൾക്ക് ആത്മീയ പാഠങ്ങളെ പഠിപ്പിച്ചു തന്നത്. ആ ദൈവദാസൻ എല്ലാം ദൈവത്തോട് ചോദിച്ച് ചെയ്യുന്ന ഒരു ദൈവദാസൻ. എല്ലാം അഭിഷേകമില്ലാത്തവരെ കൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യിപ്പിക്കത്തില്ല. ദൈവം ബോധ്യം കൊടുക്കുന്നവരെ കൊണ്ട് മാത്രമേ അദ്ദേഹം ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യിപ്പിക്കൂ. അങ്ങനെ ഒരു ചർച്ചിലേക്ക് കടന്നു വരാൻ ദൈവം, അവിടെ ദൈവത്തോട് ചേർന്നിരിക്കാനൊക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ തിരിച്ച് എനിക്ക് അക്കോമഡേഷനിൽ വന്നു. അവിടെയും നല്ല പ്രാർത്ഥനയും കാര്യങ്ങളും. പക്ഷെ അവിടുത്തെ ദൈവദാസൻ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇവിടുന്ന് മാറണം, ഞങ്ങൾ ഫാമിലിയെ ഇനി കൊണ്ടുവരാൻ പോവാന്ന്. അപ്പൊ എൻ്റെ മനസ്സിൽ ഇത്രത്തോളം വേദനയായി. കർത്താവേ, നീ എങ്ങോട്ടാ? വേറൊരു അക്കോമഡേഷനിൽ പോകുമ്പോ എങ്ങനായിരിക്കും, എന്തുവായിരിക്കും, ഇതുപോലൊരു ആരാധന കിട്ടും, അങ്ങനെയൊക്കെയുള്ള മനസ്സിൽ വന്ന് ഞാന് ഭയങ്കരമായിട്ട് വിഷമിച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ റെജിയുടെ വീട്ടിൽ ചെന്ന് ഞാൻ കിടക്കുന്ന സമയത്ത് രാത്രിയില് ദൈവം, എനിക്കറിയത്തില്ല, കർത്താവ് ഇറങ്ങി വന്ന് 124 സങ്കീർത്തനം 7, 8 എൻ്റെ അടുത്ത് ശബ്ദത്തിൽ കർത്താവ് പറയുക, മകനെ 124 സങ്കീർത്തനം 7, 8 എൻ്റെ മകനെ നീ എടുത്ത് വായിക്കും. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കി, വിചാരിച്ച എനിക്ക് തോന്നിയതായിരിക്കും. ഞാൻ വീണ്ടും കിടന്നു. ഞാൻ വായിച്ചില്ല. വീണ്ടും രണ്ടാമതും കേട്ടു. മൂന്നാമത് കേട്ടെന്ന് പറഞ്ഞാൽ ഏതൊരു വലിയ പുരുഷാരം നിന്ന്, മകനെ 124 സങ്കീർത്തനം 7, 8 എടുത്ത് വായിക്ക് എന്ന് പറയാനിടെ ഞാൻ ചാടി വചനം എടുത്ത്. എനിക്കറിയാവോ സങ്കീർത്തനം എവിടാ കിടക്കുന്നത്? എനിക്കറിയത്തില്ല. ഞാൻ വരുന്നതേ ഉള്ളൂ. ഞാൻ സൺഡേ സ്കൂളൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ പെട്ടെന്ന് നോക്കി. എനിക്ക് സംശയം 124 ഉണ്ടോന്ന്. കാരണം അധ്യായം 28 നമ്മൾ കണ്ടിട്ട്. നോക്കിയപ്പോ സങ്കീർത്തനം 124 7, 8 വേട്ടക്കാരുടെ കെടിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നിന്റെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. നിന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഓ, സേവിക്കുന്ന ദൈവം ആരാ? ഹല്ലേലൂയ. എന്റെ കർത്താവ് എത്ര വലിയവനാ. ഇന്ന് വരെ അന്വേഷിച്ച് കിട്ടാത്ത ഉത്തരം എന്റെ ദൈവം തന്നു. എന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളെല്ലാം കർത്താവ് മാറ്റി. കർത്താവ് പറഞ്ഞു, ഈ സേവിക്കുന്ന ദൈവം ഈ സകലത്തെ സൃഷ്ടിച്ച മഹാദൈവത്തെ മകനെ നീ സേവിക്കുന്നതെന്ന് എന്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ അവിടെ വന്ന് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ദൂതന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് സത്യമാണെന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഞാൻ ചോദിച്ചു, കർത്താവ് ഇത് സത്യമാണെങ്കിൽ എന്നെ ഒന്ന് കാണിക്കണം. അങ്ങനെ വെള്ളിയാഴ്ച ഞാന് പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയത്ത് ആരാധനയുടെ ഇടയിൽ സ്വർഗീയ ദൂതൻ ഇറങ്ങി വന്ന് ദൈവത്തെ ആരാധിക്കുന്ന സാറാവെന്ന് പറയും, ചിറകുകളുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണാടി എടുത്തു നോക്കുക, കർത്താവ് ഇത് സത്യമാണോ? ഞാൻ നോക്കൂ, എൻ്റെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ വിറയ്ക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ദൈവദാസനോട് എന്ന് പറഞ്ഞു,
ഇങ്ങനെ ദൈവദാസനെ ഞാനിത് കണ്ടു. അപ്പൊ അവിടുത്തെ ജെസ്സി എന്ന് പറഞ്ഞ പാസ്റ്റർ ആന്റിയും ഈ ഒരു ദർശനം കണ്ടെന്ന് പറയാനിടയായി. എന്റെ കർത്താവ് എത്ര വലിയവൻ! എല്ലാം സത്യമാ. ബൈബിളിനകത്ത് എല്ലാം സത്യം, എല്ലാ വാക്കുകളും സത്യം, ഓരോ വാക്കിലും ശക്തിയുണ്ട്. കാരണം കർത്താവിന്റെ വചനമാണ്, ദൈവമായി വചനം. ഹല്ലേലൂയ. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷത്തിൽ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫിനെ നാട്ടില് മഞ്ഞപ്പിത്തമാണ് പഠിക്കുന്ന സമയം. അപ്പം ഞാൻ ആ ഒത്തിരി ഭാരപ്പെട്ട് എൻ്റെ ദൈവദാസനെ വിളിച്ചപ്പോ പറഞ്ഞത്, ഹല്ലേലൂയ, നീതിമാൻ ഒരു പട്ടണത്തിലുണ്ടെങ്കിൽ ആ പട്ടണത്തെ ദൈവം നശിപ്പിക്കത്തില്ല. ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കും. മൂക്കിൽ ട്യൂബ് ഇട്ട് മഞ്ഞപ്പിത്തമായിട്ടിരിക്കുക. അപ്പം വൈഫിന്റെ അമ്മ അവിടുന്ന് നാട്ടിൽ നിന്ന് വന്ന് കുറെ സായിബാബയുടെ പ്രസാദം എല്ലാം കൂടെ കൊണ്ടുവന്ന് എൻ്റെ വൈഫിന്റെ പുറത്തോട്ടിട്ട് പൂശാൻ തുടങ്ങി. വൈഫ് പറഞ്ഞു, ഇതൊന്നും പറ്റത്തില്ല അമ്മേ, കർത്താവ് സൗഖ്യമാക്കും, അമ്മയുടെ ഇതൊന്നും നടക്കത്തില്ല. അങ്ങനെ പറഞ്ഞ അമ്മ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇതുവരെ സേവിച്ച ദൈവം നിന്നെ രക്ഷിക്കുമോ? എന്നാ കാണട്ടെ, രക്ഷിക്കുമെങ്കിൽ കാണട്ടെ എന്ന് പറയാനിടയിൽ. അങ്ങനെ പറയുന്ന സമയത്ത് അല്ലെ അവര് ദൈവത്തെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ അവരെല്ലാവരും വന്ന്, സഹോദരിമാരെല്ലാം പറഞ്ഞു, അമ്മ യേശുവിനെ വിളിച്ചാൽ അമ്മയുടെ കുഞ്ഞിനെ കർത്താവ് രക്ഷിക്കുന്നു. അമ്മ യേശുവിനെ വിളിക്കാൻ തുടങ്ങി. മൂക്കി ട്യൂബ് ഇട്ട് പോയി പരീക്ഷ എഴുതി വന്നു. ആ കോളേജില് സെക്കൻഡ് റാങ്കോടെ പാസ്സാവാൻ കർത്താവ് സഹായിച്ചു. ഒന്നും എഴുതിയതല്ല, കർത്താവ് എല്ലാം ചെയ്തതാ. എന്റെ അപ്പൻ എത്ര വലിയവനാ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടി. അങ്ങനെ അപ്പൊ ഗുജറാത്തില് എൻ്റെ വൈഫ് വന്ന് ജോലി ചെയ്യാനിടയായി. അങ്ങനെ ഗുജറാത്തില് ഒരു ബ്രദറൻ സഭയിലാണ് എൻ്റെ വൈഫ് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഈ വെയ്യാത്ത സമയങ്ങളിലെല്ലാം ഒരു താങ്ങും തണലുമായിട്ട് ആ ദൈവദാസിയായിരുന്നു. അതുകൊണ്ടാ അവിടെ പോയി കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഞാൻ അന്നേരം അന്യഭാഷയിൽ ആരാധിക്കുന്ന കണ്ടപ്പോ അപ്പുറത്തെ ദൈവദാസൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ശരിയല്ല, ശരിയല്ല. ഞാൻ പറഞ്ഞു, എനിക്കതിനോട് ശരിയല്ലെന്ന് പറയുന്നതിനോട് താല്പര്യമില്ല, എനിക്കതിനോട് സംവാദം ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. കർത്താവ് എന്നെ നടത്തിയ വിധങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഞാനും വൈഫിനെയും കൊണ്ട് പെന്തിക്കോസ്ത് ചർച്ചിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുമായിട്ടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ എപ്പോഴും ആയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തോട് ഞാൻ ചോദിച്ചു, കർത്താവേ, നീ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നു? അപ്പൊ കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, മണൽത്തരി നിനക്ക് എണ്ണാൻ പറ്റൂ? ഞാൻ പറഞ്ഞു, ഇല്ല. എണ്ണാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കർത്താവ് അങ്ങനെ പറയുമെന്ന്. ഞാൻ വെറുതെ ചോദിച്ചതാ, ഒരു വളരെ ലാഘവത്തോടെ ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചിരുന്നു. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ്, മണൽത്തരി എടുത്തു നോക്ക്, നിന്റെ കൈ വെള്ളയല്ലേ, നിനക്ക് എണ്ണാൻ പറ്റൂ? അപ്പുറമായി ഞാൻ നിന്നെ സ്നേഹിക്കും. എനിക്ക് എന്റെ കർത്താവ് എത്ര വലിയവനാ, എന്റെ യേശു എത്ര വലിയവനാ. സകല മനുഷ്യരെയും അങ്ങനെ സ്നേഹിക്കും, ജാതിമത ഭേദമില്ലാതെ യേശു എല്ലാരെയും സ്നേഹിക്കും. അങ്ങനെ എൻ്റെ വൈഫിനെ ദുബൈയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചു. അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഈ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ MOH ലൈസൻസ് ഇല്ലാതെ അവിടെ തുടരാൻ പറ്റത്തില്ല. പക്ഷെ ഇവരെന്നെ അവിടെ നിർത്തിയിരിക്കുക. അങ്ങനെ ഇരിക്കെ ഒരു ലേഡി ഇൻസ്പെക്ടർ വന്നു, എന്നെ പിടിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ലൈസൻസ് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. ആരാ നിന്നെ നിർത്തിയേ? ഞാൻ പറഞ്ഞു, ഇവിടുത്തെ മാനേജ്മെന്റ്.
ലൈസൻസ് ഇല്ലാതെ നീ എങ്ങനെ ഈ മരുന്ന് എടുത്തു കൊടുത്ത്? ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ നിയമം അറിയത്തില്ല. ഇവര് പറഞ്ഞു, മാനേജ്മെന്റ് പറഞ്ഞു, ഞാൻ നിന്നു മാഡം, അങ്ങനെയുള്ളു. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും പെട്ടെന്ന് തന്നെ DHA അയക്കാൻ പറഞ്ഞു. അങ്ങനെ ദുബായ് DHA ഞാൻ എന്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു. 1,00,000 രൂപ ഫൈൻ അടിച്ച് കടയിലേക്ക് വന്നു. എന്റെ പേരിലല്ല, കടയ്ക്ക് വന്നു. അപ്പൊ ഇവര് പെട്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് നാളെ കട അടയ്ക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ പൈസ തരാം. PRO ആയിട്ട് വന്നിട്ട് പുള്ളി വന്ന് പൈസ കൊണ്ടുവന്ന് നീയുമായിട്ട് ചെന്ന് DHAയിൽ 1,00,000 രൂപ അടച്ചതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് കേരളത്തിൽ പോയിക്കണം. ഞാൻ പറഞ്ഞു, എന്റെ മാഡം, ഞാൻ അവിടുന്ന് ഓടി ഇവിടെ വന്നതല്ലേ, ഞാൻ ജോലി ചെയ്യാൻ വന്ന, നിങ്ങളല്ലേ എന്നെ നിർത്തിയത്, ഞാൻ അറിഞ്ഞോ ഇങ്ങനെയൊക്കെയുള്ള കാര്യം? അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, പെട്ടെന്ന് പോയേ പറ്റൂ. ഞാൻ അന്ന് രാത്രി ദൈവത്തോട് കരഞ്ഞു. നാളെ എനിക്ക് കേരളത്തിൽ പോകാനായിട്ടുള്ള കാര്യങ്ങളാണ്, പൈസ അടയ്ക്കാൻ PRO വരും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ ഒരു അത്ഭുതം ചെയ്യണേ, നീ അത്ഭുതത്തിന്റെ ദൈവമാണ്. ഞാനെല്ലാം വിട്ട് നിന്റെ പുറകെ വന്ന കർത്താവ് വചനത്തിൽ പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണേ കർത്താവേ. അടുത്ത ദിവസം PRO വന്നു, അദ്ദേഹം പൈസ കൊണ്ട് വന്നു. എന്നിട്ട് ഞാനുമായിട്ട് ചെന്ന് DHA ചെന്നു. DHA ചെന്ന് പൈസ അടയ്ക്കുന്ന സമയത്ത് അവിടുത്തെ ലേഡി പറഞ്ഞു, ഈ വ്യക്തിക്ക് നീ പൈസ വിസ അടിക്കാമെങ്കിൽ പൈസ അടയ്ക്കണ്ട. ഈ വ്യക്തിക്ക് നിങ്ങളുടെ കടയില് വിസ ഇല്ലാതെ നിർത്തിയതല്ലയോ, ഇനി വിസ അടിക്കണം. വിസ അടിക്കുവാണെങ്കിൽ നീ ഈ 1,00,000 രൂപ അടയ്ക്കണ്ടെന്ന് PROയുടെ അടുത്ത് പറഞ്ഞു. PRO പറഞ്ഞു, എടാ നീ എന്തോ ഭാഗ്യമുള്ളവനാ, കമ്പനി പോലും നിന്നെ വിസ അടിപ്പിക്കണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ ദാണ്ട് കണ്ടോ വിസ അടിപ്പിക്കാൻ ഇവര് പറയുന്നു. ഞാൻ പറഞ്ഞു, ഇവരെ കൊണ്ട് പറയിപ്പിച്ച ഒരു ദൈവമുണ്ട്, കരയും കടലും സൃഷ്ടിച്ച മഹാദൈവം എന്റെ കൂടെയുണ്ട്, ആ ദൈവം ചെയ്തു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അങ്ങനെ കർത്താവ് അവിടെ എനിക്ക് വിസ അടിക്കാൻ ഇടയായി. ഒരു ക്ലർക്ക് വിസ അടിച്ചു. ക്ലർക്ക് വിസ നിന്നുകൊണ്ട് തന്നെ MOH എക്സാം വന്നു. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അത്യാവശ്യം പഠിച്ചു എന്നല്ല, നമ്മളും കുറച്ച് ട്രൈ ചെയ്യണമല്ലോ. പഠിച്ചു, പോയി എഴുതി. കിട്ടുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല, കാരണം 5ഉം 6ഉം വട്ടം MOH എഴുതിയിട്ടാ ഓരോരുത്തർക്ക് കിട്ടുന്നു. ഫസ്റ്റ് ചാൻസിൽ തന്നെ കർത്താവ് എനിക്ക് അവിടുത്തെ ലൈസൻസ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹം വലും. അങ്ങനെ ആ ഒരു കിട്ടി, എനിക്ക് സന്തോഷമായി. ഞാൻ വന്നു, വീണ്ടും ജോയിൻ ചെയ്തു ജോലിയിൽ. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് അങ്ങനെ ആ ചർച്ചിൽ പോവും, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, അങ്ങനെയൊക്കെ പോയി ഇരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫിനെ കൊണ്ടുവരുവാൻ ഒരു മുഖാന്തരമായി. അങ്ങനെ വൈഫിനെ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം അത് വൈഫിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട്, പോയി ക്ഷമിക്കണം. അതായത് കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവര് ജോലിയിൽ ഇരുന്ന സമയത്ത് എനിക്ക് ലീവ് തരത്തില്ല. എൻ്റെ അളിയന്റെ കല്യാണം, അപ്പൊ എനിക്ക് പോണം, ഇവര് ലീവ് തരത്തില്ല. അവസാനം എൻ്റെ അടുത്ത് കല്യാണം എല്ലാം കഴിഞ്ഞു, എനിക്ക് പോകാൻ പറ്റിയില്ല, എനിക്ക് സങ്കടമായി. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു 15 ദിവസത്തേക്ക് പോയിട്ട് വാ. PRO പറഞ്ഞു, നീ 15 ദിവസത്തേക്ക് പോയിട്ട് വാ, നിന്റെ ഉദ്ദേശത്തിൽ 2 വർഷം നീ നിന്നതാ, അതുകൊണ്ട് 2 മാസം ലീവ് ഉണ്ട്, കുഴപ്പമില്ല, 15 ദിവസം നീ പോയിട്ട് വാ. 15 ദിവസം ഞാൻ പോകാനായിട്ട് തുടങ്ങിയപ്പം ഞാൻ നാട്ടിൽ നിന്ന് വിളിച്ചു. 15 ദിവസം കഴിഞ്ഞ് 1 മാസം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, PRO കുഴപ്പമില്ല, 1 മാസം എടുത്തോ, കുഴപ്പമില്ലെന്നോ. 1 മാസം എടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് ഷാർജയിലേക്ക് വരുന്ന സമയത്ത്, ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അവര് പറഞ്ഞ് എൻ്റെ പാസ്പോർട്ട് ക്യാൻസൽ ആക്കി. എനിക്ക് ആകെ സങ്കടമായി. ഞാൻ എയർപോർട്ടിൽ, ഷാർജ എയർപോർട്ടിലേക്ക് പോയി, എൻ്റെ പാസ്പോർട്ടും എടുത്ത് പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പൊ പെട്ടെന്ന് ഞാനൊരു സഹോദരനെ വിളിച്ചിട്ട് ചോദിച്ചു, സഹോദര, ഇങ്ങനൊരു കാര്യമുണ്ട്, എന്തുവാന്ന് അറിയത്തില്ല. പാസ്പോർട്ട് പിടിച്ചെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽ ഉണ്ടോ നോക്കാൻ കൊണ്ടുപോയതാ. അപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഭയമായി. കർത്താവെ, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ റെജിയുടെ വൈഫ് സഹോദരി രാജി സിസ്റ്റർ എന്നെ വിളിക്കാനാണ്. വിളിച്ചു, ബ്രദർ എവിടെ നിൽക്കുവാ? ഞാൻ പറഞ്ഞു, എയർപോർട്ടിലാ. എന്തു പറ്റി? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, പാസ്പോർട്ട് ക്യാൻസൽ ആയെന്ന് പറയുന്നു സിസ്റ്ററെ. ആ, ഒന്നും ഭാരപ്പെടരുത്, അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് നിൽക്കാൻ പറഞ്ഞു.
പ്രാർത്ഥിച്ചു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്കൊന്നും അറിയത്തില്ല, ഇവിടെയുള്ള പോലീസുകാരെ അറിയത്തില്ല, ഇവിടെ പരിചയക്കാരില്ല, ആരുമില്ല, അകത്ത് പോയാൽ ഞാൻ എന്തോ ചെയ്യും എന്റെ അപ്പ, കർത്താവ് നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പം കർത്താവിന്റെ ശബ്ദം ഭയങ്കരമായിട്ട് വന്ന് കർത്താവ് എന്നോട് പറയുക, ഹല്ലേലൂയ, നീ ഭ്രമിച്ചു നോക്കണ്ട, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവം, ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്ന ദൈവമാ, നീ ഒരിക്കലും പേടിക്കരുത്, ഭ്രമിച്ചു പോകരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇത് പറഞ്ഞത് പാസ്പോർട്ട് എനിക്ക് തിരിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞ് തിരിച്ച് കേരളത്തിൽ ഞാൻ എൻ്റെ PRO വിളിച്ചോ, PRO പറഞ്ഞു എന്തോ ചെയ്യാനാ, ഇവര് ക്യാൻസൽ ചെയ്തു നിന്റെ വിസ. ഞാൻ പറഞ്ഞു കാരണം എന്തുവാ, കൂടുതൽ ലീവ് എടുത്തത്. ഞാൻ പറഞ്ഞു നിങ്ങളോട് ചോദിച്ചിട്ട് പെർമിഷൻ മേടിച്ചിട്ടാ ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തോ ചെയ്യാനാണ്. ഞാൻ വളരെ വേദനയോടെ തിരിച്ചു നാട്ടിൽ പോകാത്തോണ്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയി. അവിടെ കുറച്ച് സമയം നിന്നു, ഒരു ദേവദാസന്റെ കൂടെ നിന്ന്. അവിടുന്ന് വീണ്ടും ഞാൻ എന്തോ ചെയ്തു, എന്റെ കൂട്ടുകാരൻ റജി വിസിറ്റിംഗ് വിസ വീണ്ടും അയച്ചു തന്ന്. ആ വിസിറ്റിംഗ് വിസയില് വീണ്ടും ദുബൈയിൽ വന്നപ്പോൾ എന്റെ കയ്യില് ഈ റജിയോട് ചോദിച്ചാൽ എന്ത് വേണേലും തരാൻ തയ്യാറാണ്. പക്ഷെ നമുക്കൊരു മര്യാദയുണ്ടല്ലോ, ആഹാരം കഴിക്കാനുള്ള പൈസ ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ പഴയ കമ്പനിയെ ഒന്ന് വിളിച്ചു നോക്കാം. അപ്പൊ എൻ്റെ അടുത്ത് റെജി പറഞ്ഞു, ഒരിക്കലും വിളിക്കരുത്, പഴയ കമ്പനിയെ വിളിക്കരുത്, നീ പുതിയ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് നീ ജോബ് നോക്കണം. ഞാൻ പെട്ടെന്ന് ഫോൺ വിളിച്ച് പഴയ കമ്പനിയെ വിളിച്ചു. ദൈവം പറഞ്ഞു വിളിക്കാം. വിളിച്ചിട്ട് പറഞ്ഞു, കാരണം എൻ്റെ ശമ്പളം അവര് തരാനുണ്ട്. അപ്പൊ അവര് പറഞ്ഞു നീ കൊണ്ടുപോവാ, നിന്റെ പാസ്പോർട്ട് തരുമ്പോ ഞങ്ങൾ ആ പൈസ തരാം, എന്നിട്ട് പാസ്പോർട്ട് ഞങ്ങൾക്ക് എക്സിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് തരാം, തിരിച്ച് പാസ്പോർട്ട് തരാം. അങ്ങനെ ഞാൻ കൊണ്ടുപോയി പൈസ കൊടുത്തു. അവിടെ ചെന്ന് പാസ്പോർട്ട് കൊടുത്തു. അവരെനിക്ക് പൈസ തന്നു. 2 ദിവസത്തിനുള്ളിൽ എന്നെ വിളിക്കാന്ന് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ വിളിച്ചു. 60 ദിവസത്തെ വിസിറ്റിംഗ് വിസയാ. അവരെന്തോ ചെയ്തു, പാസ്പോർട്ടിനകത്ത് എക്സിറ്റ് അടിച്ചു. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ എക്സിറ്റ് അടിച്ചുകൊണ്ട് നിന്റെ വിസ വാല്യുബിൾ അല്ല, 60 ദിവസം നിനക്ക് ഇനി നിൽക്കാൻ പറ്റത്തില്ല, വെറും 4 ദിവസം നിനക്ക് നിൽക്കാൻ പറ്റും. ഞാൻ ആകെ വിഷമിച്ചു. 4 ദിവസം, ദൈവമേ. ഞാൻ എന്റെ കൂട്ടുകാരനോട് എന്തോ പറയും. എന്റെ കൂട്ടുകാരനെ വിളിച്ചപ്പോ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കതയും, നീ പോ, എന്നോട് പറഞ്ഞതാ കൊടുക്കരുത്. എന്നെ ഒത്തിരി വഴക്കമാണ്. ഞാൻ എന്റെ കർത്താവിനോട്, കർത്താവേ ഞാൻ എന്തുവാ ചെയ്യണ്ടേ, ദൈവമേ ഞാൻ എന്തുവാ ചെയ്യണ്ടേ പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞുകൊണ്ട് ആ പാസ്പോർട്ട് കിട്ടി. 4 ദിവസം ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ എങ്ങും പോകത്തില്ലപ്പാ, ഞാൻ എങ്ങും പോകത്തില്ല, ഞാൻ ഇരിക്കാൻ പോവാ. കർത്താവിന്റെ സന്നിധി ഇരുന്നു കരയാൻ തുടങ്ങി. മുട്ടുമേലിരുന്ന് കരയാൻ തുടങ്ങി. കർത്താവ്, എനിക്ക് നീ എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് എനിക്കറിയാം, കർത്താവിന്റെ വഴിയാ, ദൈവം എന്നെ നടത്തുമെന്ന്. 3 ദിവസം കഴിഞ്ഞു, ഒരു ഉത്തരവും ഇല്ല. എല്ലാവരും ശ്രമിക്കുന്നുണ്ട് ജോലിക്ക് വേണ്ടി. 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം എനിക്കൊരു കോള് വരുന്നു ഫുജറേന്ന്. വേഗം ചെല്ലാൻ പറഞ്ഞ് ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന്. ഒരു രാജാവിന്റെ ഒരു ഹോസ്പിറ്റൽ, അൽഷർക്കം. ഞാൻ അവിടെ ചെന്നു, ഫുജറയിൽ. അവിടെ ചെന്നപ്പം ഇന്റർവ്യൂ തുടങ്ങുക. ഞാൻ നോക്കിയപ്പോ ആരും ഇല്ല ഇന്റർവ്യൂ. നോക്കിയപ്പോ എന്തോ ഇന്റർവ്യൂവിന് ഒരാളെ ഉള്ളൂ, അത് ഞാൻ മാത്രം, വേറെ ആരും ഇന്റർവ്യൂവിനില്ല. ഞാൻ ആലോചിച്ചു, കർത്താവ് ഞാൻ മാത്രമേ ഉള്ളൂ ഇന്റർവ്യൂ. അവരെന്നോട് ചോദിച്ചു, വന്നിരിക്കാൻ പറഞ്ഞു. അവർ ചോദിക്കുന്നതിന് ഒരു ചോദ്യം ചോദിക്കൂ, ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നിന്നെ അപ്പോയിന്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ആ ശരി. ഗ്യാസിന്റെ മരുന്ന് ഏതാ? ഞാൻ പറഞ്ഞു ഗാവിസ്കോൺ സിറപ്പ്. വെരി ഗുഡ്, യു ആർ അപ്പോയിന്റഡ്, നിന്നെ ഇവിടെ എടുത്തിരിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഫാമിലി അക്കോമഡേഷൻ, നിനക്ക് അക്കോമഡേഷൻ ഉണ്ട്, അതുപോലെ റൂമുണ്ട്, എല്ലാം ഉണ്ട്, പിന്നെ റൂമിനകത്തുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, രാജാവിന്റെ കൊട്ടാരം. നീ പോയി, നിന്റെ വിസ എല്ലാം ഞങ്ങൾ 20 ദിവസത്തിനുള്ളിൽ നിന്റെ വീട്ടിൽ വിസ വരും. അത് കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പം ഞങ്ങളുടെ കാറ് വന്ന് നിന്നെ വിളിച്ച് ഞങ്ങളുടെ അക്കോമഡേഷനിൽ കൊണ്ടുവരും. ഭയങ്കര സന്തോഷവും. വിസ എടുത്തോണ്ട് വന്നു. അപ്പൊ അവരെ വിളിച്ചു പറഞ്ഞു എനിക്ക് പാസ്പോർട്ട് തിരിച്ചു തരണമെന്ന്. പഴയ കമ്പനിക്കാരനെ വിളിച്ചു പറഞ്ഞു. പഴയ കമ്പനിക്കാരൻ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പാസ്പോർട്ട് തന്നിട്ട് പറഞ്ഞ്, എവിടെ ചെന്നാലും നിനക്ക് ബാനാണല്ലോ, ജോലിയൊന്നും കിട്ടിയില്ലല്ലയോ, തിരിച്ചു പോ, ഇപ്പൊ നിന്റെ ദൈവം എവിടാ? ഞാൻ പാസ്പോർട്ട് മേടിച്ചിട്ട് പറഞ്ഞു, എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാ, രാജാവിന്റെ കൊട്ടാരത്തിനകത്തുള്ള ഫാർമസിയിലാ എനിക്ക് കർത്താവ് വേല തന്നത് കേട്ടോ എന്ന് പറഞ്ഞു. ഇവന് കണ്ണും തള്ളി എന്നെ നോക്കുക.
ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ പറ, ഒന്നുകൂടെ പറയാമോ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അവരുടെ മുന്നിൽ ദൈവം ലജ്ജിപ്പിക്കാതെ സന്തോഷത്തോടെ നാട്ടിൽ പോയിട്ട് 20 ദിവസത്തിനുള്ളിൽ വിസ വന്നു. ആ വിസയില് ഞാൻ അവിടെ ചെന്ന് ആ രാജാവിന്റെ ഹോസ്പിറ്റലില് അൽഷർക്ക്, അവിടുത്തെ രാജാവിന്റെ അൽഷർക്ക് ഹോസ്പിറ്റലില് ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്ത് എന്റെ വൈഫ് വരാനിടയായി. വൈഫിനെ കൊണ്ടുവന്നു, വിസിറ്റിങ്ങിലാ കൊണ്ടുവന്നു. വിസിറ്റിങ്ങിൽ കൊണ്ടുവന്നിട്ട് വൈഫിനെ മോചെഴുത ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ് കുറച്ച് പഠിച്ചു പോയി, എഴുതി. എന്നിട്ട് എൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് കരഞ്ഞോണ്ട് പറയുക, ഞാൻ ഒന്നും എഴുതിയില്ല, ഞാൻ തോറ്റു. ഞാൻ പറഞ്ഞ, അത് നീ പറയും, കർത്താവ് പറയുന്നില്ലേ നമുക്ക് വേണ്ടത്. ഞങ്ങൾ ഇത് പറഞ്ഞ് ഞങ്ങൾ എക്സാം കഴിഞ്ഞ്, സാധാരണ 3 ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നു. എക്സാം കഴിഞ്ഞ് ബസ്സിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ കോള് വന്നു. ആണ്ട് സഹോദര, നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുദാസി MOHല് പാസ്സായി. ഞാൻ ഞെട്ടിപ്പോയി. അതെന്താ 3 ദിവസം കഴിഞ്ഞല്ലേ റിസൾട്ട് തന്നെ? എനിക്കറിയത്തില്ല, ഇപ്പൊ തന്നെ റിസൾട്ട് വന്നു, നിങ്ങൾ പാസ്സായി. അങ്ങനെ പിന്നെ തിരിച്ച് നാട്ടിൽ പോയിട്ട് വൈഫിനെയും കൊണ്ടുവന്ന് അതേ സെയിം ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഷാർജയിൽ ഡിബയിൽ വന്ന് ദൈവത്തിന്റെ ആരാധന പങ്കെടുക്കാനൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. അപ്പം വലിയ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിച്ചു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്നേരവും അവിടെ വെച്ച് 3ാമത് ഒരു അബോർഷനായി. ആ സമയത്ത് ഷാർജയിലുള്ള സഹോദരിമാരും സഹോദരങ്ങളെല്ലാം വന്നു, അദ്ദേഹത്തെയും കൊണ്ട് പോയി. എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അന്ന്, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറഞ്ഞു. എൻ്റെ വൈഫ് ഷാർജ ഹോസ്പിറ്റലില് ബ്ലഡ് ഉതിർന്നുകൊണ്ട് കിടക്കുന്ന സമയത്ത് ഞാന് ഷാർജയിൽ അന്ന് രാത്രി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തിട്ട് വേണം എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ. ശുശ്രൂഷ ചെയ്യുമ്പോഴും എൻ്റെ വൈഫ് ആ ഭവനത്തില് ആ ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാരും ഇടയ്ക്ക് എന്നെ വിളിച്ച്, റെജി എന്നെ വിളിച്ച് പറഞ്ഞു, എടാ നീ പേടിക്കരുത്, നീ ധൈര്യമായിട്ടിരിക്കണം, കർത്താവ് നമുക്കൊരു ദോഷവും വരുത്തത്തില്ല, പ്രാർത്ഥിക്കണം, വീണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. അന്ന് ഞങ്ങളുടെ ദേവദാസൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി. അങ്ങനെ രക്ഷപ്പെടത്തിൽ അപ്പോഴത്തേക്ക് കോമയിലേക്ക് പോയി. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഭയങ്കരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നെഞ്ചിൽ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് കർത്താവ് തിരിച്ച് ജീവനെത്തും. അങ്ങനെ വീണ്ടും വന്നു, വീണ്ടും കർത്താവിൽ ശരണപ്പെട്ടു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് കർത്താവ് വീണ്ടും ഒരു ദർശനം തന്നു. ദർശനം തന്നത് ബൈബിൾ എടുത്ത് ഞാൻ ഓടി പോകുന്നതായിട്ടാണ് ദർശനം കാണിച്ചത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ എന്തോ ചെയ്തു, ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇത് എന്തുവാ, ഇവിടുന്ന് മാറാൻ സമയമായെന്ന്. അപ്പം പെട്ടെന്ന് കർത്താവ് പറഞ്ഞ 5 വർഷമേ ഉള്ളൂ, 5 വർഷം ആയി. അപ്പൊ കറക്റ്റ് ആ സമയത്ത് ഞാൻ എൻ്റെ വൈഫിന്റെ ബയോഡേറ്റയും കൊടുത്തു, എൻ്റെ ബയോഡേറ്റ എല്ലായിടത്തും കൊടുത്തു. അങ്ങനെ ഷാർജയിലേക്ക് ഞങ്ങൾ വീണ്ടും വരാൻ തുടങ്ങി. ഷാർജ വന്നു കഴിഞ്ഞപ്പോ അവിടെ ഒരു നൈജീരിയക്കാരൻ, എപ്പോഴും ഞാൻ ബൈബിള് പിടിച്ചോണ്ടാ പോകുന്നത്, ഒരു നൈജീരിയക്കാരൻ ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇവിടെ ആരാധനയുണ്ട്. ഞാൻ പറഞ്ഞു, ആരാധനയ്ക്ക് തോന്നുന്നു, നമുക്ക് ഒരുമിച്ചിരുന്ന് ആരാധിക്കാം. അങ്ങനെ ആരാധിക്കാൻ തുടങ്ങി. വീട്ടില് 20 പേരായി, 50 പേരായി. അങ്ങനെ ഞങ്ങളുടെ ദൈവദാസനോട് പറഞ്ഞു, ദൈവദാസൻ അജ്മാനില് ഒരു ഫ്ലാറ്റ് എടുത്തു തന്ന് അവിടെ ഞങ്ങള് 50 പേര് ഒരുമിച്ച് കർത്താവിന്റെ ആരാധന തുടങ്ങാൻ ദിവസമായി. ഞങ്ങളുടെ സഭാരാധന, മാതൃസഭയുടെ സഭാരാധന കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് രാവിലെ 8 മണിക്ക് ഞാൻ അവിടെ പോകും. കാരണം ഇവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കണം. എന്നെ കാണുമ്പോഴേ പറയുന്നത് ഡാഡി വന്നു. കാരണം ഇവരെ എല്ലാം എഴുന്നേൽപ്പിച്ച് പല്ല് തേപ്പിച്ച് ഇവരെ എല്ലാം വണ്ടിയിലാക്കി വേണം പോവാൻ. പോയിട്ട് അവർ ഒരുമിച്ച് ഒരു ദിവസം അവിടെ ഉള്ള ഇവരെല്ലാം അവരുടെ ആവശ്യങ്ങളൊന്നും പറയാറില്ല. അപ്പൊ ഈ ലേബേഴ്സ് അപ്പൊ ഒരു നൈജീരിയയിൽ ഒരു സഹോദരൻ ഒറിയാളെന്ന് പറഞ്ഞു, വരുന്നില്ല 2-3 ആഴ്ച. ഞാൻ അവിടെ ചെന്നപ്പം സത്യത്തിൽ ആഹാരം ഇല്ലാതിരിക്കുക,
4 5 മാസമായി ശമ്പളം കിട്ടിയിട്ട് ആഹാരം. അവസാനം ഞങ്ങള് തന്നെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ പരിപാലിച്ച് ഞങ്ങളുടെ എല്ലാവരുടെ ദശാംശം കൊണ്ട് ഞങ്ങളെല്ലാം ഒരുമിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ ആരാധിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ മുമ്പോട്ട് കർത്താവിന്റെ വേല കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ദൈവം എനിക്കൊരു ഞങ്ങൾക്ക് ഒരു മുഖാന്തരം ഒരു ദൈവദാസനിൽ കൂടി ബീഹാറിൽ വരാൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നേരെ ബീഹാറിലേക്കൊന്ന് സന്ദർശനത്തിനായിട്ട് വന്ന സമയത്ത് വണ്ടിയിൽ ഇരുന്ന് പോകുന്ന സമയത്ത് കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, ഒരു ദിവസം നീ താമസിച്ചാല് അവനെ എത്രയോ ആത്മാക്കൾ നരകത്തിലേക്ക് പോകും. പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിനകത്ത് വന്നു, കർത്താവെ എനിക്കിവിടെ വരണം എന്നുള്ള മനസ്സിൽ വന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഷാർജയിലേക്ക് വന്ന സമയത്ത് ഞങ്ങളെ ഫോൺ വിളിച്ച് ഇവിടുന്ന് ബീഹാറിൽ ഒരു ദൈവദാസൻ വിളിച്ചിട്ട് പറഞ്ഞു, പ്രമോദ് ബ്രദറെ, നിങ്ങള് ബീഹാറിലേക്ക് വരണം, ബീഹാറിലാണ് നിങ്ങളുടെ വേലയെന്ന് പറയാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, അയ്യോ അങ്ങനെ പറയരുത്, കാരണം ഇവിടെ നൈജീരിയയിൽക്കാരുണ്ട്, ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് കർത്താവ് പറയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അങ്ങനെ ദൈവത്തോട് ഞാൻ ചോദിക്കുന്ന സമയത്ത് ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ ഞാനൊരു കാര്യം പറയും, ബീഹാറിൽ നിന്ന് ഏതെങ്കിലും ഒരു ദൈവദാസൻ എന്നെ ഫോൺ വിളിച്ചിട്ട് പരിശുദ്ധാത്മാവ് ഇന്ന സ്ഥലത്തേക്ക് നിന്നെ അയക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പോവാം. ഇത് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു ദൈവദാസൻ, ജോബി ആറ്റുപുറം എന്ന് പറഞ്ഞ ഇവിടെ ഉള്ള ഒരു ദൈവദാസൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടർമ എന്ന സ്ഥലത്തേക്ക് ഇന്ന സ്ഥലത്തേക്ക് നിന്നെ വിടുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കർത്താവിനോട് പറഞ്ഞത് തന്നെ ഈ ദൈവദാസൻ പറഞ്ഞപ്പോ ഞാൻ തീരുമാനിച്ചു. അപ്പൊ എൻ്റെ വൈഫ് പറഞ്ഞു, അയ്യോ ഇപ്പോഴേ നമുക്ക് പോണ്ട. അപ്പോഴത്തേക്ക് കർത്താവ് ഒരു കുഞ്ഞിനെയൊക്കെ തന്നു. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു. അപ്പൊ വൈഫ് പറഞ്ഞു, അയ്യോ പെൺകുഞ്ഞാ, നമ്മൾ ഇച്ചിരി കൂടെ കഴിഞ്ഞു പോവാന്നുള്ള രീതിയിൽ പറഞ്ഞു. അന്ന് രാത്രി ദൈവത്തിന്റെ ഒരു ദാസൻ, ഞങ്ങളുടെ മാതൃസഭയിലെ ദൈവദാസൻ സാബു തോമസ് പാസ്റ്റർ എൻ്റെ വൈഫിന്റെ ദർശനത്തിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞത്, മകളെ ഇനി താമസിക്കരുത്, പെട്ടെന്ന് പൊയ്ക്കോ, കർത്താവിന്റെ വേലയാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അന്നേരം തന്നെ അടുത്ത ദിവസം തന്നെ റിസൈൻ ലെറ്റർ കൊടുത്ത് രാജിവെച്ച് ഞങ്ങൾ അവിടുന്ന് എല്ലാം വിട്ട് നേരെ കേരളത്തിൽ പോയില്ല, നേരെ കർത്താവിന്റെ വയൽ പ്രദേശത്തേക്ക് വരാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ കർത്താവിന്റെ വേല തുടങ്ങി. കർത്താവ് സഹായിച്ചു. അങ്ങനെ അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഞാൻ ഏത് സംഘടനയുടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണോ അതോ ഏതെങ്കിലും സംഘടനയുടെ കൂടെ നിൽക്കണോ ഒന്നും അറിയത്തില്ല. ദൈവം എനിക്ക് വ്യക്തമായിട്ട് എബിസാറിന്റെ മുഖം എന്നെ കാണിച്ചു, എബിസാർ എന്നെ വിളിക്കുന്നതായിട്ട് എന്നെ കാണിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ മിഷനോട് ചേർന്ന് കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് ഇവിടെ കടന്നു വന്നത്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഇവിടെ വന്ന സമയത്ത് ഞാന്, എൻ്റെ വൈഫ്, വൈഫിന്റെ അമ്മ, 4 പേര് ഒരുമിച്ചിരുന്ന്, 4 പേരേ ഉള്ളൂ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു വ്യക്തി, ഒരു ദൈവദാസനെ ദൈവം വെസ്റ്റ് ബംഗാളിൽ നിന്ന് അയച്ചു. ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയി ട്രാക്ട് എല്ലാം കൊടുത്തു. ഒരു ദിവസം ഒരു മകൻ കാലൊരു നടക്കാൻ വയ്യ, ഒട്ടും നടക്കാൻ വയ്യാത്ത. അപ്പം അവരുടെ വീട്ടിൽ പോയി സുവിശേഷം അറിയിച്ചപ്പോൾ അവരുടെ അമ്മ പറഞ്ഞത്, എൻ്റെ മോനെ ദൈവം എഴുന്നേൽപ്പിക്കാമെങ്കിൽ ഞാൻ ഈ കർത്താവിനെ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും, വിശ്വസിക്കാൻ. അദ്ദേഹം ചെറുതായിട്ട് നടക്കും, പക്ഷെ രാത്രി വന്ന് പൊട്ടിക്കരയും. അമ്മ 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 എന്ന് പറഞ്ഞ് പൊട്ടിക്കരയും. അവരെല്ലാം ഇരുന്ന് കരയും. ആ സമയത്ത് സുവിശേഷം പറയാൻ ഇടയാക്കി. അവര് രക്ഷിക്കപ്പെട്ടു. കർത്താവ് സൗഖ്യം കൊടുക്കുവാൻ തുടങ്ങി. അങ്ങനെ 12 വർഷമായിട്ട് നടക്കാൻ കഴിയാത്ത വ്യക്തി കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. ഇന്ന് കർത്താവിന്റെ വേലയെ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. അവരുടെ വീട്ടിനകത്ത് ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ആ കല്ലിനകത്ത് എന്നും ഒരു കാളയെ വെട്ടി, എല്ലാ വർഷവും കാളയെ വെട്ടി അതിന്റെ രക്തം കൊടുക്കും. അപ്പൊ ആ കല്ലിനെ ആരെങ്കിലും നശിപ്പിച്ച അയാൾ മരിച്ചു. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കല്ലിനെ തൊടരുത്. ഞാനും ഭയപ്പെട്ടു.
നമ്മൾ കല്ലങ്ങാണ് അടിച്ചു വിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കും. കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു ഹാമാനെ വെട്ടിക്കളഞ്ഞ പോലെ വെട്ടിക്കളയണം. അങ്ങനെ വെട്ടിക്കളഞ്ഞു. കർത്താവ് അവരെ പൂർണ്ണമായിട്ട് അവരുടെ അപ്പനെ, അമ്മ, മകൻ 3 പേരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ചു. ദൈവത്തിന്റെ വലിയ സ്നേഹം. ഇന്ന് കർത്താവിന്റെ വേല അദ്ദേഹം അവിടെ ചെയ്യും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ നല്ല രീതിയിൽ ദൈവത്തിന്റെ വേല അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ചെറിയ വിഷയങ്ങളുണ്ടായി. ആ കുറച്ചു പേര് വന്ന് മതവിദ്വേഷികളൊക്കെ വന്ന് ആക്രമിക്കാനൊക്കെ ഇടയായി. പക്ഷെ അവിടെ എല്ലാം അവര് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനകത്ത് വന്നതെന്ന് വെച്ചപ്പോ അവിടെ ഉള്ള എല്ലാവരും പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഹോസ്പിറ്റലിൽ പോകാൻ ഞങ്ങൾക്ക് കാശില്ല. ക്യാൻസർ എന്ന ബിമാരിയാണെങ്കിലും വലിയ വലിയ രോഗങ്ങൾ വന്നാലും ഞങ്ങൾക്ക് കൊടുക്കാൻ കാശില്ല. പക്ഷേ ഞങ്ങൾക്ക് കാശില്ലാതെ ഞങ്ങളെ സൗഖ്യമാക്കാനും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും താഴ്ചയുടെ അവസ്ഥയിലും ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ്, ഒരു ദൈവം ഞങ്ങൾക്ക് കിട്ടി. ആ ദൈവമാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞത് നിങ്ങൾക്ക് എന്താ ഇവിടെ പിന്നെ എന്തിനാ ഹോസ്പിറ്റലൊക്കെ ഞങ്ങൾ പൊളിച്ചു കളഞ്ഞേക്കാം. അത് നിങ്ങൾ എന്തോ ചെയ്യും, പക്ഷെ ഞങ്ങൾക്ക് ഈ ദൈവം മതി. കാരണം ഈ ദൈവത്തിന് അയിത്തമില്ല. എല്ലാരെയും ഒരുപോലെ താഴ്മയുള്ളവന് ഏറ്റവും അടിത്തട്ടി കിടക്കുന്നവര് ഏറ്റവും ധനികനെ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു കർത്താവായത് എന്ന് പറയാനിടയായി. അങ്ങനെ ഇവരെല്ലാം അത് കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ഇവിടെ ചെയ്യാൻ തുടങ്ങി. ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഒരു സഭയിൽ നടന്ന ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് ഞാനിത് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 12 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു കുടുംബം, 12 വർഷമായിട്ട് ആ സഹോദരി മാനസിക നില തെറ്റിക്കിടക്കുക. അവര് രാജ്പൂട്ടുകാരാ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ കുടുംബക്കാരാണ്, ഹൈന്ദവ കുടുംബം. അവര് നല്ല ആൾക്കാരാ, പ്രാർത്ഥിക്കുന്നവരെ ഒക്കെ ശരിയാ. പക്ഷെ 12 വർഷമായിട്ട് മാനസിക രോഗിയായ ഈ സ്ത്രീയുടെ ഈ അവസ്ഥ കണ്ട് ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയി. കുഞ്ഞ് ഇത് മാനസിക നില തെറ്റാൻ കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് അബോർഷനായി പോയി. അതുകൊണ്ടാണ് ഈ മാനസിക നില തെറ്റി. 12 വർഷമായിട്ട് ഈ അവസ്ഥയിലാണ്. എന്നും ഉപദ്രവമായി ഈ സഹോദരി, എല്ലാരും ഉപദ്രവിക്കും. അതുകൊണ്ട് പിടിച്ച് കെട്ടിയിട്ടേക്കും. ഞാൻ അവിടെ ചെന്ന് പറയാതെ ഇരുന്നത് കാരണം ഇവരോട് പറഞ്ഞാല് ഇവര് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് പറയാതെ ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നിന്റെ മുറ്റത്തൊരു കുഞ്ഞ് കിടന്ന് നിലവിളിക്കുന്ന നീ കണ്ടോ? അവൾ എന്റെ കുഞ്ഞാ, നീ ചെന്ന് പറ ഒരു രക്ഷകനുണ്ടെന്ന്. 12 വർഷം കൊണ്ട് ആരും അവളെ പിടിവെച്ചിട്ടില്ല. ഒറ്റയാൾ അവിടെ സഹായത്തിന് ചെന്നിട്ടില്ല. നീ ചെന്ന് പറ ഒരു ദൈവം ഉണ്ടെന്ന്. ഞാൻ ചെന്ന് അവരോട് പറഞ്ഞു, കർത്താവ് കുഞ്ഞിനെ സൗഖ്യമാക്കും. അവര് പറഞ്ഞു, പൊയ്ക്കോ, നിങ്ങൾ ഇവിടെ വരണ്ട, ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ മുസ്ലിങ്ങളുടെ അടുത്ത് പോയാൽ നിങ്ങളുടെ അടുത്ത് വരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓടിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ എന്നെ അയച്ചിട്ട് ഇങ്ങനെ ആയല്ലോ ദൈവമേ എന്ന് പറയുന്ന സമയത്ത് 2ാമത്തെ ദിവസം ഈ പെണ്ണ് ഓടി ഞങ്ങളുടെ വീട്ടിനകത്ത് കയറി വന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, മാമു എനിക്കൊരു ബൈബിൾ തരാം. പെട്ടെന്ന് അവരുടെ അമ്മയും വന്നു. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ നിർബന്ധിച്ചിട്ടല്ല, നിങ്ങളുടെ മോള് തന്നെ ഓടി വന്നതാണ്. അപ്പൊ അവരുടെ അമ്മ പറഞ്ഞു, എല്ലാം ഞങ്ങൾ പരീക്ഷിച്ചു, പോകേണ്ടടുത്തെല്ലാം പോയി, മലകളെല്ലാം കയറി, പോകേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു, ഒന്നിലും ഞങ്ങൾക്ക് ഫലവത്തായിട്ട് ഇവിടെങ്കിലും എന്തെങ്കിലും നടക്കുമോ എന്നറിയാൻ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞു, ട്രൈ ചെയ്യണ്ട, നിങ്ങൾ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. അവർ പറഞ്ഞ് വിശ്വസിക്കാം. ഇരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് 7 ഭൂതം ഇറങ്ങി ഓടാനിടയായി. 7 ഭൂതം ഇറങ്ങിപ്പോയി. പൂർണ്ണ സൗഖ്യം കർത്താവ്. അപ്പൊ ആ അമ്മ പറഞ്ഞൊരു കാര്യം എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിന് ടച്ച് ചെയ്തത്. ആ അമ്മ പറഞ്ഞത്, 12 വർഷമായിട്ട് 8 ലക്ഷം രൂപ ചെലവഴിച്ച് ഇത്രയും പൈസ കൊടുത്തിട്ട് പോലും സൗഖ്യമാകാത്ത ഈ രോഗത്തെ വെറും 4 ആഴ്ച കൊണ്ട് സൗഖ്യമാക്കിയ ഈ ദൈവമാരാ.
4 ആഴ്ച കൊണ്ട് സൗഖ്യമാക്കിയ ഈ ദൈവമാരാ. അത് മാത്രവുമല്ല, 5 പൈസ മേടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം അമ്മച്ചി ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇവിടെ ഈ രോഗത്തിന് പരിഹാരം ഈ ലോകത്തില് മരുന്നുകളല്ല, കുറെ കർമ്മങ്ങളല്ല, ഒന്നുമല്ല. ഈ രോഗത്തിന് പരിഹാരം ആരാന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പിതാവായ ദൈവത്തിന്റെ ഒരു പുത്രൻ ഇവക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് രക്തം കൊടുത്ത് ഇവളെ വിലയ്ക്ക് വാങ്ങാൻ തയ്യാറായ ആ മഹാസ്നേഹമാ നിങ്ങളെ സൗഖ്യമാക്കിയത് എന്ന് പറയാനിടയായപ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീര് വരാൻ തുടങ്ങി. അവര് പറഞ്ഞു, ഈ ദൈവത്തെ എനിക്ക് വേണം. എനിക്കൊത്തിരി ബന്ധുക്കളുണ്ട്, ഒത്തിരി ഗ്രാമത്തിലെ ആൾക്കാരുണ്ട് സഹായത്തിന്. പക്ഷേ ഞങ്ങളുടെ ഈ ദുർദശ വന്നപ്പോ ഒരാള് പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ, എല്ലാരും ഞങ്ങളെ തള്ളിക്കളഞ്ഞപ്പോൾ, ഞങ്ങളുടെ കണ്ണീര് കണ്ട് ഞങ്ങളുടെ വീട്ടിനകത്ത് കയറി വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പരിഹാരം വരുത്തിയ ഈ ദൈവം തന്നെയാണ് ദൈവം എന്ന് പറയാനിടയായി. അവര് ദൈവത്തെ ആരാധിക്കുന്നു. എന്നിട്ടോ ആ ഭർത്താവ് വരാനിടയായി. തിരിച്ചു വന്നു സന്തോഷമായിട്ട്. ഡോക്ടർ പറഞ്ഞു ഇനി കൊച്ചുങ്ങൾ ഉണ്ടാവത്തില്ല. ഇന്ന് 1 വയസ്സുള്ളൊരു കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാ! അവന്റെ സ്നേഹം എത്ര വലുതാ! ഓരോ ദിവസവും ദൈവം ഞങ്ങളെ നടത്തി. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഏതെങ്കിലും പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അഗാധമായ പ്രശ്നങ്ങളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, ഉത്തരമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആത്മഹത്യ ഒരു പരിഹാരമല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, സകലത്തിനും പരിഹാരമായി സ്വർഗത്തിന് കീഴെ മനുഷ്യർക്കിടയിൽ ഹല്ലേലൂയ രക്ഷിക്കപ്പെടുവാൻ ഒരു നാമത്തെ തന്നിട്ടുണ്ട്, യേശുവിന്റെ നാമം. ഒന്ന് വിളിച്ചു നോക്കാം. ഞാൻ പറയത്തില്ല നിങ്ങൾ പള്ളിപ്പാൻ, ഞാൻ പറയത്തില്ല നിങ്ങൾ എവിടെങ്കിലും ഓടിപ്പോവാൻ, ഒന്നും പറയത്തില്ല. നിങ്ങൾ ഇരിക്കുന്നിടത്ത് മുട്ടുമേൽ നിന്ന്, കർത്താവേ എന്റെ പ്രശ്നം വലുതാ, ഈ പ്രശ്നങ്ങൾക്ക് മറുപടി ഞാൻ പലയിടത്തു പോയിട്ടും കിട്ടിയില്ല, ഞാനൊന്ന് വിളിക്കുക, നീ സത്യ ദൈവമെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണേ. ഒരു വാക്കൊന്ന് പറയാം, കർത്താവിനെ ഹൃദയത്തിൽ ഒന്ന് സ്വീകരിക്കാം. മറ്റൊന്നും ചിന്തിക്കണ്ട, മതം ചിന്തിക്കരുത്, ഒന്നും ചിന്തിക്കരുത്. കർത്താവ് പറഞ്ഞു മനുഷ്യ കുലത്തിന്റെ രക്ഷയ്ക്കായിട്ടാ കർത്താവ്. ആ ദൈവത്തെ ഒന്ന് വിളിക്കാൻ തയ്യാറാണ്. കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കയറി വരണം, എന്നെ ഒന്ന് സഹായിക്കണേ. ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരും. നിങ്ങളെ മറ്റൊരു വഴിയിലേക്ക് ദൈവം കൊണ്ടുവരും. ആ വഴിയുണ്ടല്ലോ, പ്രശ്നങ്ങൾ കാണും, പ്രതിസന്ധി കാണും, പ്രയാസങ്ങൾ കാണും. അതിനകത്ത് അനുഭവിക്കുന്ന സന്തോഷം നിങ്ങൾ നേരത്തെ അനുഭവിച്ചതിലും അധികമായ ഒരു സന്തോഷമാണ്. ആ സന്തോഷത്തിൽ ദൈവം നിങ്ങളെ നടത്തും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല കർത്താവേ, ഈ ഓൺലൈനിൽ കർത്താവെ ദർശിക്കുന്ന ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, കണ്ണീരുകള് കർത്താവ് അറിയുന്നു. എന്താണെങ്കിലും ദൈവമേ, അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ കൊടുക്കണം, ഒരു സമാധാനത്തെ അയക്കണേ. അനേകർ ഇത് കാണുന്നെങ്കിൽ, കാണുന്നവരുടെ ജീവിതത്തിൽ കർത്താവിനെ അറിയാൻ തക്കവണ്ണം ദൈവം അവരുടെ ഹൃദയങ്ങളെ ഒരുക്കണേ. അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. ഒരു കാര്യമേ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ, ദൈവമേ, സമാധാനത്തിന്റെ രാജകുമാരൻ അങ്ങ, ആ സമാധാനം നിന്റെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണം. അങ്ങയോട് പ്രാർത്ഥിക്കുക. പലരും കർത്താവെ പാപത്തിന്റെ വഴിയിൽ സഞ്ചരിച്ച് കർത്താവെ ജീവിതത്തിൽ അശാന്തിയായി, സമാധാനമില്ലാതെ കർത്താവ് ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവെ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണം, അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണം, അവരെ വിടുവിക്കണം. കർത്താവെ,
അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണം. ഏതെങ്കിലും മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നെങ്കിൽ ദൈവമേ, ഇന്ന് അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ കരം പ്രവർത്തിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുക. അങ്ങ് പറഞ്ഞ്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളുമെന്ന് അങ്ങയുടെ വചനമാ പറഞ്ഞത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് ആശ്വാസം കൊടുക്കണം, സമാധാനം കൊടുക്കണം കർത്താവ്. ഇതൊരു വലിയൊരു മുഖാന്തരമായി തീരണം. കർത്താവിനെ വിളിക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവം ഇടയാക്കണം. കർത്താവെ, ദൈവദാസനെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു, അരോമ ടിവിയുടെ പ്രവർത്തനങ്ങളെ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. പൂർണ്ണമായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പ്രമോദ് രാജ്. എത്രത്തോളം സമയം ദൈവം നടത്തിയ അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചതുപോലെ ദൈവത്തിന്റെ വലിയൊരു പദ്ധതിക്കായി സ്വന്തമല്ലാത്തവരുടെ ഇടയിലേക്ക് ദൈവം അയച്ച് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ നിർവഹിക്കുവാൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവദാസനെ കുടുംബമായി ദൈവം തിരഞ്ഞെടുത്തത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും തിരഞ്ഞെടുക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില തിരഞ്ഞെടുപ്പുകളുടെ അനുഭവങ്ങളൊക്കെ ദൈവദാസന്റെ ജീവിതത്തിൽ ദൈവം തന്നു. അതൊത്തിരി നല്ല അനുഭവങ്ങളുടെ ഓർമ്മകളായി ഇന്നും ശേഷിക്കുന്നു. കൊടുക്കേണ്ടുന്ന ചില വിലകൾ വളരെ വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒത്തിരി അതിനു വേണ്ടിയിട്ട് സഞ്ചരിക്കേണ്ടി വന്നു. പലയിടങ്ങളിലും പല നിലകളിൽ നിന്ദിക്കപ്പെടുന്ന അനുഭവങ്ങൾ, ഒറ്റപ്പെടുന്ന അനുഭവങ്ങളൊക്കെ വന്നപ്പോഴും ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ദൈവം അവിടെയൊക്കെ ഒരുക്കിയെടുക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പെട്ടെന്ന് ഒരു പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മറുപടികൾ ലഭിച്ചപ്പോൾ ചിന്തിച്ചു, അയ്യോ, ഇത് എനിക്ക് എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയുമെന്ന്. ഉദാഹരണം പറഞ്ഞാൽ, ആ ഗൾഫിലായിരുന്ന സമയത്ത് 2 മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്ക് പോയി. എന്നാൽ അവിടെ 60 ദിവസം നിൽക്കാൻ കഴിയില്ല, 4 ദിവസത്തിനകത്ത് തിരിച്ചു പോകണം എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ആ ഒരു മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷെ ആ 4 ദിവസം എന്ന് പറയുന്നത് ആ വ്യക്തിയെ കൊണ്ട് ദൈവം പറയിപ്പിച്ചതാണ്. പക്ഷെ ആ വ്യക്തിയുടെ തീരുമാനമായിരുന്നില്ല, അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. കാരണം ഈ 60 ദിവസം എന്തിനാ അവിടെ വെറുതെ നിൽക്കുന്നത്? അതിനു മുൻപ് തമ്പുരാൻ വേറെ കാര്യം ക്രമീകരിച്ചു വെച്ചിരിക്കുക. സ്തോത്രം. വിതിൻ ദിവസങ്ങൾക്കുള്ളിൽ ദൈവം തമ്പുരാൻ തന്റെ കാര്യപരിപാടിയിലേക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടി കാര്യം ക്രമീകരിച്ചിരിക്കുമ്പോൾ ഈ 60 ദിവസം എന്തിനു കാത്തിരിക്കണം? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ 4 ദിവസത്തിനുള്ളിൽ തിരിച്ചു പോകുവാനുള്ള ക്രമീകരണം ചെയ്യുക. അതിനുള്ളിൽ തന്നെ ദൈവം ചില കാര്യപരിപാടികൾ, അത്ഭുതങ്ങളെ അവിടെ ചെയ്തു. പലപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്നാണ്, പക്ഷെ ദൈവത്തിന്റെ സംവിധാനം മറ്റൊന്നാണ്. ദൈവത്തിന്റെ സംവിധാനം നമ്മൾ കേൾക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളുവാനോ വിശ്വസിക്കുവാനോ ഒന്നും കഴിയാത്ത ചില കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും. പക്ഷേ അത് ദൈവം പ്ലാൻ ചെയ്ത കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ സാക്ഷ്യം അരോമ ടി വി പ്രേക്ഷകരുടെ ജീവിതത്തിൽ വലിയൊരു ഒരു ടേണിംഗ് പോയിന്റിന് കാരണമായി തീരും. അല്ലെങ്കിൽ ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് ഒരു പ്രചോദനമായി തീരും, ഒരു ഊർജമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ കർത്താവിന്റെ ദാസൻ പ്രമോദ് രാജ് ജനിച്ച് വളർത്തപ്പെട്ട ജീവിത സാഹചര്യവും താൻ ഇപ്പോൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യവും കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതായ ഒരുക്കിയതായ കാര്യപരിപാടികളും ഒക്കെ എത്ര വ്യത്യസ്തവും അത് ശ്രദ്ധേയവുമാണെന്ന് ശ്രദ്ധയോടെ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയ കർത്താവിന്റെ ദാസനുള്ളതായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം കേട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ കരങ്ങൾ ഭരമേൽപ്പിക്കുക. തക്ക സമയത്ത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠമായി ഇത് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.
നിങ്ങൾക്കൊരു പ്രത്യേക പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം തിങ്കളാഴ്ച വൈകുന്നേരങ്ങൾ 9 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com